ശബരിമലയിലെ സ്വർണ്ണപ്പാളി കേസിൽ അന്വേഷണ സംഘം കൃത്യമായ വഴിയിലാണോ? ഏറ്റവും അവസാനം ഇപ്പോൾ ജയറാമിൻ്റെ മൊഴി വരെ എടുക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. പലരെയും പിടികൂടി. ഇനി ഏറ്റവും ഉന്നതരിലേക്ക് എത്താൻ കഴിയുമോ? തീർച്ചയായിട്ടും ആ ദിശയിലേക്കാണ് അന്വേഷണം നീങ്ങുന്നതെന്നാണ് നമുക്ക് ഇതുവരെയുള്ള സ്റ്റേജിൽ നിന്ന് മനസ്സിലാവുന്നത്. കാരണം ഹൈക്കോടതി വളരെ ഗൗരവമായിട്ടാണ് ഈ കേസ് പരിഗണിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ. കാരണം മാത്രമല്ല, ഇത് ഒരു കൃത്യമായ താളത്തോടൊരു അന്വേഷണം പോകുന്നു. എടുത്തുചാട്ടമില്ല, ആവേശങ്ങളില്ല. എന്നാൽ ഇതിൽ കണ്ണു ചേർക്കപ്പെട്ടവരെല്ലാം കൃത്യമായി അന്വേഷണ സംഘം ഫോളോ ചെയ്യുകയും അവരെ ചോദ്യം ചെയ്യൽ വിളിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനം പത്മകുമാറാണ് ആ രൂപത്തിൽ അറസ്റ്റിലാക്കപ്പെട്ടിട്ടുള്ളത്. നാളെ, ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, നാളെ മിക്കവാറും അദ്ദേഹത്തെ SIT കസ്റ്റഡിയിൽ വാങ്ങാനാണ് സാധ്യത. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പത്മകുമാറിൻ്റെ വിശദമായ ചോദ്യം ചെയ്യൽ നാളെയും മറ്റന്നാളുമായിട്ട് നടക്കും. ആ ചോദ്യം ചെയ്യലിൽ പൊതുവെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ പത്മകുമാറിൽ നിന്ന് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടൊപ്പം കഴിഞ്ഞ ദിവസം SIT അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയിരുന്നു. ധാരാളം രേഖകൾ പിടിച്ചെടുത്തു എന്നാണ് കിട്ടുന്ന വിവരം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും സ്വത്ത് വിവരങ്ങളും മുൻ വർഷങ്ങളിൽ അവർ നൽകിയിട്ടുള്ള ആദായ നികുതിയുടെ വിശദാംശങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ക്രമരഹിതമായി പത്മകുമാർ ധനം സമ്പാദിച്ചിട്ടുണ്ടെന്നായിരിക്കും അത് പരിശോധിക്കുക. സ്വാഭാവികമായിട്ടും ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിരുന്ന് പിന്മാറുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൽ വരവിൽ കവിഞ്ഞ രീതിയിൽ വന്നിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും എന്തായാലും കള്ളക്കളി അദ്ദേഹം നടത്തിയിട്ടുണ്ടാവും എന്നാണ് നമുക്ക് സാമാന്യമായിട്ട് പ്രതീക്ഷിക്കാൻ കഴിയുക. മാത്രമല്ല, വേറെ ചില വിവരങ്ങൾ വരുന്നത് അദ്ദേഹത്തിന് റിയൽ എസ്റ്റേറ്റ് ലോബിയുമായിട്ട് ബന്ധമുണ്ട് എന്നാണ്. പല സ്ഥലങ്ങളിലും പത്മകുമാർ വസ്തു വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായം ഉണ്ടായിട്ടുണ്ട്. ഇവർ രണ്ടുപേരും നല്ല പാർട്ട്നേഴ്സാണ് എന്നാണ് നമുക്ക് വെളിവാകുന്നത്. ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടത്, ഈ അന്വേഷണം തുടങ്ങിയ ഘട്ടത്തിൽ, അതായത് വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ പത്മകുമാറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, മാധ്യമങ്ങൾ കൊടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ അദ്ദേഹം പറയുന്നത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എനിക്ക് പരിചയമില്ല, അയാൾ തന്ത്രിയുടെ മേശാന്തിരെ സഹായിയായിട്ട് വന്നതാണ്, പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്ത്രിയാണ്. തന്ത്രി എങ്ങനെ വന്ന് ഇദ്ദേഹം ബാംഗ്ലൂരിലെ ജലഹള്ളിയിലെ ശാന്തിക്കാരനായിരുന്നു. അപ്പോൾ തന്ത്രി റെക്കമെൻഡ് കൊണ്ടുവന്നതാണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. എന്ന് വെച്ചാൽ തന്ത്രിയിലേക്ക് നീക്കിവിടാനുള്ള ശ്രമം അദ്ദേഹം നടത്തിയിരുന്നു. അപ്പോൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലാവുന്നത്, ഈ രേഖകൾ കിട്ടിയപ്പോൾ മനസ്സിലാവുന്നത് ഇയാൾ പഠിച്ച കള്ളൻ ആണെന്നുള്ളതാണ്. അപ്പോൾ ആ പഠിച്ച കള്ളനായതുകൊണ്ടാണ് അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കാൻ അന്ന് അത്തരം ചില സ്റ്റേറ്റ്മെൻറ്റുകൾ അദ്ദേഹം കൊടുത്തത്. പുള്ളി അറസ്റ്റ് ചെയ്യില്ല എന്നായിരുന്നു അന്ന് ധരിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ അറസ്റ്റ് ചെയ്തതോടുകൂടി പത്മകുമാറിൻ്റെ കള്ളി വെളിച്ചത്തായിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നാളെ ഇദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കുന്നതോടുകൂടി കൂടുതൽ പേരിലേക്ക് ഈ അന്വേഷണം നീളും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അല്ല, അതാണ്. അപ്പോൾ ഈ ജയറാമിൽ എത്തി നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നുണ്ട്? അദ്ദേഹത്തെ സാക്ഷിയാക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ, ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ലഭിക്കുമോ? അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിച്ച് മണിക്കൂറുകളെടുത്ത് പൂജ നടത്തി ഇദ്ദേഹം ദക്ഷിണയായി ലക്ഷക്കണക്കിന് രൂപ ഈ പോറ്റിക്ക് നൽകിയതായും വിവരങ്ങളുണ്ടല്ലോ. തീർച്ചയായിട്ടും അതിപ്പോൾ ജയറാമിൽ മാത്രം ഒതുങ്ങുമെന്ന് തോന്നുന്നില്ല. കാരണം ഇത് ജയറാമിൻ്റെ വീട്ടിൽ മാത്രമല്ലല്ലോ കൊണ്ടുപോയത്. ഇത് ചെന്നൈയിൽ പോയിട്ടുണ്ട്, അവിടുന്ന് ബാംഗ്ലൂർ പോയിട്ടുണ്ട്, പിന്നെ ഹൈദരാബാദിൽ ചില സ്ഥലങ്ങളിൽ പോയി എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ജയറാം മാത്രമാണ് ഈ പറഞ്ഞ പോലെ ഒരു സെലിബ്രിറ്റി എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി. ബാക്കിയുള്ള എല്ലാ വ്യവസായികളാണ്, വലിയ വ്യവസായികളാണ്. കോടീശ്വരൻ. അല്ല, ഈ ചിത്രങ്ങൾ പുറത്തു വന്ന ശേഷം ഇദ്ദേഹം പല മാധ്യമങ്ങളോടും പ്രതികരിക്കുന്നത് കണ്ടിരിക്കും. ഇദ്ദേഹം ഒരു ഉരുണ്ട് കളിക്കുകയല്ലേ? അതെ. അല്ല, സ്വാഭാവികമായിട്ടും ഒരു തെറ്റ് ചെയ്യുന്നൊരു ബോധ്യ മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ ഇത് വരുമല്ലോ. കാരണം ഇപ്പം ജയറാം ഈ കൊള്ളയിൽ പങ്കെടുത്തു ഞാൻ വിശ്വസിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും അതിൻ്റെ ആവശ്യമില്ല. മറിച്ച് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ശബരിമലയിൽ വർഷങ്ങളോളം ഇരുന്ന ഒരു സാധനം എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിച്ചാൽ അതിൻ്റെ ഐശ്വര്യം എനിക്ക് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കാം അദ്ദേഹം. അമിത വിശ്വാസവും മലയാളി, അപ്പോൾ തനി മലയാളിയാണല്ലേ? ആണാണ്, തീർച്ചയായിട്ടും. വെള്ളയും മൂങ്ങ. അതെ, അത് തന്നെ. ഞാൻ ആ ടൈപ്പ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീട്ടിൽ വെച്ച് പൂജ ചെയ്യട്ടെ എന്ന് സ്വാഭാവികമായിട്ട് അദ്ദേഹം തീരുമാനിക്കും. 10 രൂപ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഇങ്ങനെ എൻ്റെ വീട്ടിൽ കൊണ്ടുവരുന്നു, നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് വരാം എന്ന് അദ്ദേഹവും പബ്ലിസിറ്റി അതിന് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ധാരാളം ആളുകൾ, ജയറാമിൻ്റെ വീട്ടിൽ വരുന്ന ആളുകൾ സാധാരണക്കാരായിരിക്കില്ലല്ലോ, സ്വാഭാവികമായിട്ട് സമൂഹത്തിലെ ഉന്നത ആളുകളായിരിക്കും. അപ്പോൾ അവരിൽ നിന്നൊക്കെ വലിയ തുക ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇദ്ദേഹത്തെ ഇവിടുന്ന് പറഞ്ഞു വിട്ട പത്മകുമാറും വാസു അടക്കമുള്ള ആളുകൾ കൈപ്പറ്റിയിട്ടുണ്ടാവാനാണ് സാധ്യത. അത് ജയറാമിൻ്റെ മൊഴി വരുമ്പോൾ കൂടുതൽ വ്യക്തമാകും. പക്ഷേ ഇതിൽ ഈ ജയറാമിനപ്പുറം ഉള്ള ചില വ്യവസായികളുണ്ട്.
പല സംസ്ഥാനങ്ങളിലെ വ്യവസായികൾ അവരിലേക്കും ഈ അന്വേഷണം നീളും. എന്നുവെച്ചാൽ അവർ അല്ല, അപ്പോൾ ഈ കേസും അങ്ങനെ ആയിരിക്കുമല്ലേ? ഈ വിശ്വാസത്തിന്റെ പേരിൽ അമിതമായ വിലയ്ക്കായിരിക്കും ഈ സ്വർണ്ണങ്ങൾ വിറ്റിരിക്കുന്നത്. തീർച്ചയായിട്ടും, യാതൊരു സംശയമില്ലല്ലോ. ഈ സ്വർണം വിറ്റോ പാളി വെച്ചോ എന്നുള്ളതിൻ്റെ വിശദാംശം ഇനി വരാനിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഹൈക്കോടതി തന്നെ സൂചിപ്പിച്ചത് മറ്റേ കപൂർ മോഡൽ കൊള്ളയിൽ നടന്നിട്ടുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. അതായത് ഒറിജിനൽസ് തന്നെ മാറ്റിയിട്ട് അവിടെ സമാനമായ ഡ്യൂപ്ലിക്കേറ്റ് വെച്ചിട്ട് പോകുക എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടല്ലോ. അതാണ് കപൂർ പണ്ട് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴൊരു ഗുണം നടന്നത് കേവലമായ സ്വർണത്തിൻ്റെ വില മാത്രമല്ല വരിക. ഇപ്പോൾ 1 കിലോ സ്വർണത്തിന് മാർക്കറ്റ് റേറ്റ് എത്രയാണോ അതല്ല വരുന്നത്. പുരാവസ്തുവിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലാണ്. ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കണ്ടെടുത്ത ഈ സ്വർണ്ണ ശേഖരങ്ങളെന്ന് പറയുന്നത് അതിന് വിലയിടാൻ കഴിയില്ല എന്നാണ് അന്വേഷണ സംഘം പറഞ്ഞത്. കാരണം വെച്ചാൽ അതിൻ്റെ ഒരു എന്താണ് പുരാവസ്തു വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും തിട്ടപ്പെടുത്താൻ കഴിയില്ല. ഇതെന്ന് പറയുന്നത് പരമപാവനമായ ശബരിമല ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന ഈ സ്വർണ്ണ ഉരുപ്പടികൾ അല്ലെങ്കിൽ സ്വർണ്ണ പാളി എന്ന് പറയുന്ന എന്തായാലും അല്ലെങ്കിൽ വാതിൽ, ഈ വക സാധനങ്ങൾക്ക് ഭക്തർ കൊടുക്കുന്ന വില എന്ന് പറയുന്നത് കേവലമായ വിലയല്ല, അതിനപ്പുറമുള്ള നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയാത്തൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ ആണ് ഇവിടെ എന്ത് ചെയ്തത്, കച്ചവടവൽക്കരിക്കപ്പെട്ടത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ഇവരെല്ലാവരും കൂടി ചേർന്ന് സഹായിച്ചതുകൊണ്ടാണ്. അങ്ങനെയാണ് ഇത് ജയറാമിൻ്റെ വീട്ടിൽ എത്തുന്നത്. ജയറാം ഈ പറഞ്ഞതുപോലെ ഈ ഭക്തിക്കപ്പുറം വിവേകം ഉപയോഗിച്ചില്ല എന്നുള്ള അദ്ദേഹത്തിന് വലിയ തെറ്റ്. കാരണം അയ്യപ്പൻ്റെ മുതലാണ് ക്ഷേത്രത്തിൽ ഇരിക്കേണ്ട സാധനം ക്ഷേത്രത്തിൽ വീട്ടിൽ വയ്ക്കേണ്ട സാധനം അല്ല അത്. ആ വീട്ടിൽ വെച്ചതിൻ്റെ ദുരനുഭവമാണ് ഇപ്പോൾ അത് അദ്ദേഹം അനുഭവിക്കുന്നത്. ഇത് എല്ലാവരുടെ സാധനം ഉണ്ടാവും. ക്ഷേത്രത്തിൻ്റെ മുതൽ ക്ഷേത്രത്തിൽ ഇരിക്കേണ്ടതാണ്. അതിനെ എടുത്ത് എവിടെയെല്ലാം കൊണ്ട് ദേവരിൽ പോയിട്ടുണ്ടോ അവരിലേക്കുള്ള സ്വാവേണ്ട അന്വേഷണം ചെല്ലും. അതൊരു മറ്റൊന്നെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കർമ്മഫലമാണ്. ജയറാമിൻ്റെ കർമ്മഫലമാണ് ഇപ്പോൾ അദ്ദേഹത്തെ മൊഴിയെടുക്കാൻ പറയുന്നത്. നിലവിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു ഇമേജ് ഇതോടെ നഷ്ടപ്പെട്ടില്ലേ? കാരണം എല്ലാം കാട്ടുകള്ളന്മാരാണ്. ആ കാട്ടുകള്ളന്മാരോടൊപ്പം ചേർന്നുള്ള ജയറാമിനെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുമോ? നാം സ്വപ്നത്തിൽ പോലും കരുതാത്ത കാര്യമാണല്ലോ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്, ശബരിമലയിൽ നടക്കുന്നത്. ഈ ശബരിമല പോലുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഇത്രയും സ്വർണം അടിച്ചു മാറ്റാൻ കഴിയുമെന്ന് പോലും ചിലപ്പോൾ ഈ സംഭവത്തിന് മുൻപ് സാധാരണക്കാരോട് പറഞ്ഞ് വിശ്വസിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് സുരക്ഷയുള്ള ഒരു ക്ഷേത്രം. അതെ, അല്ലാതെ ആർക്കും കഴിയില്ല. ഇപ്പോൾ ജയറാമിനെ പോലും അത് കഴിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം വെച്ചാൽ തന്ത്രി അടക്കം ഈ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. കാരണം അനുമതി കൊടുത്തതിലോ ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ച് തന്ത്രി ബെല്ലാരിയിൽ പോവുകയാണ് പൂജയ്ക്ക് പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ തന്ത്രിയുടെ പങ്ക് സംശയാസ്പദമാണ്. ഇപ്പോൾ പഴയ കൊടിമരത്തിലുണ്ടായിരുന്ന വാജുവാഹൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇരിക്കുന്നുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ തിരിച്ചു തരാം, ബോർഡ് പറഞ്ഞാൽ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഒരു തന്ത്രി ദേവൻ്റെ സ്വത്തെടുത്ത് എന്ത് അടിസ്ഥാനത്തിലാണ് വീട്ടിൽ കൊണ്ടുവയ്ക്കുക? അപ്പോൾ ഈ വീട്ടിൽ കൊണ്ട് ഇദ്ദേഹം വെച്ചതിന് ശേഷം ഇത് കാണിച്ച് ഒരുപാട് പേരെ തൊഴാൻ അദ്ദേഹവും പണം ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ. അതായത് ദേവൻ്റെ പിതൃസ്ഥാനത്താണ് തന്ത്രി എന്ന് പറയുന്നത്. അപ്പോൾ ആ രൂപത്തിലാണ് തന്ത്രിമാർ പെരുമാറേണ്ടത്. പക്ഷേ അതിനപ്പുറം ഈ തരത്തിൽ ഇവർക്ക് ഈ കാട്ടുകൊള്ളയ്ക്ക് കൂട്ടുകൾക്ക് ഇവരെന്താ ഒരു വാക്ക് പറയാത്ത ഇത് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് തന്ത്രിക്ക് പറയാൻ കഴിയുമായിരുന്നല്ലോ. ക്ഷേത്രത്തിൻ്റെ സ്വത്താണ്, നിങ്ങൾക്ക് എന്ത് പണി വേണമെങ്കിലും ഇവിടെ ചെയ്യാം എന്ന് പറഞ്ഞമായിരുന്നു. എന്നാൽ പ്രശാന്തിൻ്റെ കാലഘട്ടത്തിൽ ഇത് വീണ്ടും പണിക്കൊണ്ടാൻ ശ്രമിച്ചല്ലോ. അപ്പോഴാണല്ലോ പിടിവിടുന്നത്. ആ സമയത്തുണ്ടായിരുന്ന തന്ത്രി കണ്ഠര് മഹേഷ് പറഞ്ഞു ഇത് ഇവിടെ വെച്ച് പണി ചെയ്താൽ മതി എന്ന് അദ്ദേഹം എഴുതി. അത് ധിക്കരിച്ചുകൊണ്ടാണ് ബോർഡ് എന്ത് ചെയ്തത്, പ്രശാന്തിൻ്റെ ഈ സമയത്ത് ഇവരെ പറഞ്ഞു വിട്ടത്. അപ്പോൾ ഇവരിൽ തന്നെ ഇതിനോട് ആത്മാർത്ഥം ഉള്ളവരുണ്ട്, ഇല്ലാതെ രണ്ട് കൂട്ടരുണ്ട് തന്ത്രിമാർ തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തന്ത്രി വഴി, ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി, ഈ ബോർഡ് മെമ്പർമാർ, പ്രസിഡന്റുമാർ വഴി, നേരെ ഈ സെലിബ്രിറ്റികൾ വഴി ഈ പോയ റൂട്ട് എന്ന് പറയുന്നത് ഡൂബിയസ് ആയിട്ടുള്ള റൂട്ടാണ്. അതിന് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരണം. ഒരുപാട് കാര്യം ഉറപ്പാണ്, ജയറാം ഇതിൽ നിന്ന് എന്തെങ്കിലും പങ്ക് പറ്റിയിട്ടുണ്ട് എങ്കിൽ, പങ്ക് എന്ന് പറയുമ്പോൾ അഴിമതിയുടെ പണമല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ആ സ്വർണ്ണപ്പാളി ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരു തരിയെങ്കിലും അദ്ദേഹം ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയിട്ട് അദ്ദേഹം അത് വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് ഇത് കുരുക്കാവും, തർക്കമൊന്നുമില്ല. മറിച്ച് കേവലം ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞ ഒരു ഭക്തിയുടെ ഭാഗമായിട്ട് വീട്ടിൽ കൊണ്ട് വെച്ചു പൂജ ചെയ്തു എന്നുള്ളതാണ് എങ്കിൽ അദ്ദേഹത്തിന് കുരുക്ക് വരാനില്ല. എന്തായാലും നാളെ അദ്ദേഹം കൊടുക്കുന്ന മൊഴി വളരെ നിർണായകമായിരിക്കും, അതിന് തർക്കമൊന്നുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.